കൂട്ടുകാരെ, ഒരു മനോഹരമായ പച്ചക്കാട്ടിലേക്ക് നമുക്കൊന്ന് പോയാലോ? അവിടെ ഒരു കൊച്ചു കൂട്ടുകാരനുണ്ടായിരുന്നു. അവന്റെ പേര് കുട്ടു. അതെ, കുട്ടുമുയൽ. കുട്ടു എപ്പോഴും ചാടി നടക്കും. ചാടും ചാടും വീണ്ടും ചാടും. കുട്ടു ഇടയ്ക്കിനെ പറയുമായിരുന്നു, ഞാൻ ഫാസ്റ്റാ, ഞാൻ സൂപ്പർ ഫാസ്റ്റാ. ഒരു ദിവസം കുട്ടു കാട്ടിലൂടെ ചാടിച്ചാടി പോകുമ്പോ ഒരു മനോഹരമായ പാട്ട് കേട്ടു. ലാലലാ ലാലലാ. അതാരാണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞൻ ആമയായിരുന്നു അത്. ആമ പതുക്കെ നടക്കുകയാണ്, വളരെ പതുക്കെ, ലാലലാ എന്ന് പാടിക്കൊണ്ട്. കുട്ടു അത് കണ്ട് അടുത്തു ചെന്നു. ആമേ, നീ നടക്കുന്നത് കണ്ടാൽ എനിക്ക് ചിരി വരുന്നു. നീ ഇത്രയും സ്ലോ ആണോ? നീ പരിഹസിക്കണ്ട കുട്ടു. ഞാൻ പതുക്കെയാണെങ്കിലും ഒരിടത്തും നിൽക്കാതെ നടക്കും. എങ്കിൽ നമുക്കൊരു റേസ് വെച്ചാലോ? ആരാദ്യം ഫിനിഷ് ലൈനിൽ എത്തുമെന്ന് നോക്കാം. ശരി കുട്ടു, പക്ഷെ ഞാൻ എന്റെ പാട്ട് നിർത്തില്ല കേട്ടോ. അങ്ങനെ റേസ് തുടങ്ങി. കുട്ടു ഒരൊറ്റ ചാട്ടം. കുട്ടു വേഗത്തിൽ ഓടിമറഞ്ഞു. കുറേ ദൂരം ഓടിയപ്പോ കുട്ടു പിന്നിലേക്ക് നോക്കി. ഹഹാ, ആമയെ കാണാനേയില്ല. അവൻ എവിടെയോ പുറകിലാണ്. ഞാൻ കുറച്ചു നേരം ഈ മരത്തണലിൽ ഒന്നുറങ്ങട്ടെ. അവൻ വരാൻ കുറേ നേരമെടുക്കും. കുട്ടു നല്ല ഉറട്ടത്തിലായി. പക്ഷെ നമ്മുടെ ആമ, അവൻ നിന്നില്ല. പതുക്കെയാണെങ്കിലും പാട്ടുപാടിക്കൊണ്ടവൻ നടന്നുകൊണ്ടേയിരുന്നു. ലാലലാ, നടക്കാം, നിർത്തരുത്, നടന്നു നടന്നു. ഒടുവിൽ ആമ ഫിനിഷ് ലൈനിലെത്തി. കുട്ടു പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അയ്യോ, ഞാൻ ഉറങ്ങിപ്പോയല്ലോ. ആമ എവിടെ എത്തിയോ ആവോ? കുട്ടു വേഗം ഓടിച്ചെന്നു. പക്ഷെ അവിടെ കണ്ട കാഴ്ച കണ്ട് കുട്ടു അമ്പരന്നുപോയി. ആമ ജയിച്ചിരിക്കുന്നു. ആമേ, നീ ജയിച്ചോ? എനിക്ക് തെറ്റുപറ്റി. കണ്ടോ കുട്ടു, വേഗതയല്ല പ്രധാനം. നമ്മൾ ചെയ്യുന്ന കാര്യം നിർത്താതെ തുടർച്ചയായി ചെയ്യുന്നതാണ് വിജയം. ആമ പറഞ്ഞത് ശരിയല്ലേ കൂട്ടുകാരെ? കുട്ടുമുയലിനും കാര്യം മനസ്സിലായി. അവർ രണ്ടുപേരും സന്തോഷത്തോടെ വീണ്ടും കൂട്ടുകാരായി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.